ഹായ് ആസ്പിരൻസ്. ഇപ്പോൾ നമ്മുടെ 2025 ഗ്രൂപ്പ് ഡി എക്സാംസ് ഏകദേശം കംപ്ലീറ്റ് ആവാറായി. അറിയാമല്ലോ എല്ലാവർക്കും. ഒരുപാട് പേര് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല അറ്റംപ്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. എങ്ങനെയായാലും ഇപ്പോൾ ഏകദേശം നവംബർ 27 തുടങ്ങിയൊരു എക്സാമാണ്. ഏകദേശം ഒരു 2-3 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ധാരണയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് എങ്ങനെയായിരുന്നു ഈ ഒരു ഗ്രൂപ്പ് ഡി എക്സാംസ് എങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്, ഒരുപാട് ഡേയ്സിൽ എക്സാം പോയി, ഇടയ്ക്ക് ബ്രേക്ക് വന്നു, പിന്നെ ഡേറ്റ് മാറ്റി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്. ഇനി എക്സാം കഴിഞ്ഞു, ഇനി നമ്മുടെ മുമ്പിൽ എന്താ, ഇത് അനലൈസ് ചെയ്യുക. അടുത്ത എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, അതിലേക്ക് കടക്കുക. ഇതാ ഇനി നമ്മുടെ മുമ്പിലുള്ള ടാസ്ക്. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ ഒരു എക്സാം എങ്ങനെയായിരുന്നു, അടുത്ത എക്സാം എങ്ങനെ ആയിരിക്കാം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ചെറിയ അനാലിസിസ് വീഡിയോ ആണ് RRB ഗ്രൂപ്പ് ഡി എക്സാംസിൻ്റെ അനാലിസിസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നോക്കി, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ഇതിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നാണ്. ഗ്രൂപ്പ് ഡി എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ഏതൊക്കെയാണ് നമ്മുടെ സബ്ജക്ട്സ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് ചോദിക്കാനുള്ള സബ്ജക്റ്റ്, അതിൻ്റെ വെയിറ്റേജ് എത്രയാണ്, എത്ര മാർക്കാണ്. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ നോക്കി, മാത്തമാറ്റിക്സ് എല്ലാവർക്കും അറിയാം. മാത്തമാറ്റിക്സ് ഇല്ലാത്ത ഒരു സെൻട്രൽ ഗവൺമെൻറ് ഒരു എക്സാം പോലും ഇല്ല. സ്റ്റേറ്റ് ബോർഡ് നടത്തുന്നതാവട്ടെ, സെൻട്രൽ ബോർഡ് നടത്തുന്നതാവട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസിന് എത്രയാണ് മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസ്? 25 ക്വസ്റ്റ്യൻസ്. അടുത്ത എന്താ, ജനറൽ സയൻസ്. അതിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഈ 3 ടോപ്പിക്സാണ് എന്തിൽ വരുന്നത്? ജനറൽ സയൻസിൽ വരുന്നത്. വെയിറ്റേജ് എത്രയാണ്? 25. മാത്സിനും ജനറൽ സയൻസിനും ഒരേ വെയിറ്റേജ് 25. ക്ലിയർ ആണോ? ഇനി അടുത്ത് ജനറൽ ഇൻ്റലിജൻസ് നോക്കിയേ. ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളാ, റീസണിങ് ആണ് ജനറൽ ഇൻ്റലിജൻസ്. അതിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണ്? 30. ഇനി അടുത്ത് നോക്കി, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫെയർ. അതായത് നമ്മുടെ ജി കെ ആൻഡ് കറണ്ട് അഫെയർസ്. എത്രയാണ് നോക്കി? 20 ക്വസ്റ്റ്യൻ. ഇപ്പോൾ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത് നോക്കി? 100 ക്വസ്റ്റ്യൻസ് അല്ലേ? മാത്സ് 25, ജനറൽ സയൻസ് 25 ക്വസ്റ്റ്യൻ, ജനറൽ ഇൻ്റലിജൻസ് 30 ക്വസ്റ്റ്യൻ ആൻഡ് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫെയർ, അതായത് ജി കെ ടോപ്പിക് എത്രയാണ്? 20 ക്വസ്റ്റ്യൻസ്. മൊത്തം 100 മാർക്കിൻ്റെ എക്സാം ഔട്ട് ഓഫ് 100. എത്രയാണ് ഇതിന് നിങ്ങൾക്ക് കിട്ടുന്ന സമയം? 100 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാൻ നിങ്ങളുടെ മുമ്പിലുള്ള ടൈം എത്രയാണ് നോക്കി? 90 മിനിറ്റ്സ്. 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂറാണ് നിങ്ങളുടെ മുമ്പിലുള്ള ടൈം. എന്തിനുള്ള ടൈം? ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ, ഗ്രൂപ്പ് ഡി എക്സാം നിങ്ങൾക്കുള്ളതാണോ അല്ലയോ എന്നറിയാൻ നിങ്ങൾക്ക് മുമ്പിലുള്ള ടൈമാണ് എന്ത്? 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂർ. ഇനി എത്ര മാർക്കാണ് ഈ ഒരു ക്വസ്റ്റിനുള്ളത്? പല എക്സാമിനും പല സ്കോറാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ചിലപ്പോൾ 2 മാർക്കുള്ള എക്സാംസ് കാണും, 3 മാർക്കുള്ള എക്സാം കാണും, ഒരു മാർക്ക് മാത്രമുള്ള എക്സാം കാണും, അല്ലെങ്കിൽ 4 മാർക്ക് വരുന്ന എക്സാംസ് കാണും. ഓക്കെ, അപ്പം നമുക്കിവിടെ ഗ്രൂപ്പ് ഡി എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്ന വെയിറ്റേജ് എത്രയാണ്? ഒരു ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്ന വെയിറ്റേജ് എത്രയാണ്? ഒരു ക്വസ്റ്റ്യന് എത്രയാണ് വെയിറ്റേജ്? 1 മാർക്ക്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്കേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ഒറ്റ മാർക്ക്. ഇപ്പോൾ 100 ക്വസ്റ്റ്യൻ എത്രയാണ് ടോട്ടൽ? ഇപ്പോൾ ടോട്ടൽ 100 ക്വസ്റ്റ്യൻ എത്രയാണ്? 100 മാർക്ക്. 100 മാർക്കാണ് എന്ത്? നിങ്ങൾ 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഡി എക്സാംസ് 100 ക്വസ്റ്റ്യനും ശരിയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 100 മാർക്ക്. അതല്ല, ഞാനൊരു 90 അറ്റംപ്റ്റ് ഒക്കെ ചെയ്തു, അല്ലെങ്കിൽ ഒരു 70 അറ്റംപ്റ്റ് ചെയ്തു, പക്ഷേ എനിക്ക് കുറച്ച് ആൻസർ തെറ്റാം. എനിക്ക് എക്സാം എഴുതി കഴിഞ്ഞപ്പോഴറിയാം. പക്ഷേ എനിക്ക് ആ ഒരു മാർക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അടുത്ത ഫിസിക്കലിൽ നോക്കാൻ പറ്റൂ. അപ്പോൾ എത്രയാണ് നെഗറ്റീവ് മാർക്ക്? ഇവിടെ എത്രയാണ് നെഗറ്റീവ് മാർക്ക് പോകുന്നത്? 1/3. 1/3 എന്ന് വെച്ചാൽ എന്താ? 3 ക്വസ്റ്റ്യൻ തെറ്റിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് നഷ്ടപ്പെടും. 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റിയാൽ 1 മാർക്ക്, നിങ്ങൾ നേടിയ 1 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതാണ് നെഗറ്റീവ് 1/3. ഇപ്പോൾ എക്സാം പാറ്റേണും മാർക്കിങ്ങിൻ്റെ സ്കീമും എല്ലാം ക്ലിയർ ആയല്ലോ? നോക്കിക്ക്, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിൽ നിന്നാണ് സ്കോർ ചെയ്യേണ്ടത്? റീസണിങ്ങിൽ നിന്നാണ് 30 മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. ആ 30 മാർക്ക് സ്കോർ ചെയ്താൽ ഏകദേശം പരിപാടി കഴിഞ്ഞു. ഏകദേശം നമ്മളവിടെ എത്തി, കാൽഭാഗം ഓക്കെ ആയി. ക്ലിയർ ആണോ?
അപ്പോൾ റീസണിങ് 30 മാർക്ക്, മാത്സ് ആൻഡ് സയൻസ് 25 ഈച്ച്, ആൻഡ് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫെയർ അതായത് GK 20 മാർക്ക്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എക്സാം പാറ്റേൺ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അപ്പോൾ അടുത്ത സ്ലൈഡ് നോക്കിയേ. ഫസ്റ്റ് നമ്മൾ ഏതാണ് പറഞ്ഞത്? മാത്തമാറ്റിക്സ് എല്ലാവർക്കും പാടായിട്ടുള്ള ഒരു ടോപ്പിക്. എല്ലാവരും ഇങ്ങനെ തലപോയി, സാർ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇത് പാടാണല്ലോ, എനിക്ക് മാത്സ് അറിയില്ല, എനിക്ക് മാത്സിൻ്റെ ബേസ് ഇല്ല, എനിക്ക് കൂട്ടാനും കുറയ്ക്കാനും അറിയില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയില്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ എങ്ങനെ മാത്സ് ഓക്കെ ആവും? മാത്സ് ഓക്കെ ആക്കണം. മാത്സ് ഓക്കെ ആക്കാതെ നിങ്ങൾക്ക് ഒരു എക്സാമും, ഗവൺമെൻറ് എക്സാം നിങ്ങൾക്ക് മാത്സ് ഓക്കെ ആയില്ല, മാത്സ് നിങ്ങൾ എഫേർട്ട് എടുത്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സാം നിങ്ങൾ നോക്കേ വേണ്ട, PSC പോലും, സ്റ്റേറ്റ് ബോർഡ് എക്സാം പോലും. അപ്പോൾ മാത്സിന് കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാംസിന് ഏകദേശം എവിടുന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒരുപാട് ടോപ്പിക് ഇവിടുണ്ട്. പെർസെൻറ്റേജ്, പി ആൻഡ് എൽ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ, പ്രപ്പോർഷൻ, ടൈം ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, നമ്മുടെ അല്ലെങ്കിൽ അഡ്വാൻസ് ടോപ്പിക്കായ ജോമെട്രി, ട്രിഗണോമെട്രി, ഇങ്ങനെ കുറേ കിടക്കുക. ഇപ്പം നമുക്ക് സൈഡിൽ കാണട്ടെ 2, 4 അല്ലെങ്കിൽ 2 to 3 ഇങ്ങനെയൊക്കെ കുറേ മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ മാർക്കിങ് കൊടുത്തേക്കുന്നത്? പെർസെൻറ്റേജിൽ നിന്ന് ആവറേജ് വന്നത് 2 ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ആവറേജ് വന്നത് 3 മുതൽ 4 ക്വസ്റ്റ്യൻ വരെ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് എത്രയാണ് വന്നത്? 2 മുതൽ 3 ക്വസ്റ്റ്യൻ വരെ. അങ്ങനെ ഓരോ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ എണ്ണമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു അനാലിസിസ് നടത്തുന്നത്? ഇങ്ങനൊരു അനാലിസിസിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ കാരണം എന്താണ്? ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാം നടന്നത്, നോട്ടിഫിക്കേഷൻ വന്ന 2018 ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇയേഴ്സിലാണ് എന്ത് നടന്നത്? എക്സാം നടന്നത്. ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് എക്സാംസ് റെയിൽവേ കണ്ടക്ട് ചെയ്തത്. ഗ്രൂപ്പ് ഡി എക്സാം ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അന്നത്തെ പാറ്റേൺ വെച്ച് നമുക്ക് അടുത്ത ഈ എക്സാമിന്, കഴിഞ്ഞ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയായിരിക്കും ഈ ഒരു എക്സാം വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ 2025 എക്സാം കണ്ടക്ട് ചെയ്തത്. നമുക്ക് മുമ്പിൽ ഒരു ഡേറ്റയില്ല, എങ്ങനെ ആയിരിക്കുമെന്നോ എങ്ങനെ ആവുമെന്നോ ഒരു അറിവ് നമുക്കില്ല. പക്ഷെ അടുത്ത എക്സാമിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആ ഒരു കണ്ടീഷനിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് വെച്ചാൽ എന്താ, 2025 ഒരു എക്സാം കണ്ടക്ട് ചെയ്തു. അതിൽ മാത്സിൽ എത്ര ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കിൽ നിന്ന് വന്നു, റീസണിങ്ങിൽ എത്ര ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കിൽ നിന്ന് വന്നു, സയൻസിലും GKയിലും എത്ര ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കിൽ നിന്ന് വന്നു എന്ന് കറക്റ്റ് ഐഡിയ നമ്മുടെ മുമ്പിൽ ഇരിക്കുക. അപ്പോൾ ഇതൊരു ബേസ് ആക്കി വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ പോരെ? നമുക്കൊരു ബേസ് ഉണ്ട്, എന്ത് നോക്കി പഠിക്കണം എന്ന് നമ്മൾക്കറിയാം. അതാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കൊടുത്തിരിക്കുന്നത്. മാത്സ് ഇത്രയും ടോപ്പിക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഏകദേശം 25ഓളം ടോപ്പിക്സ് നമുക്ക് സിലബസിലുണ്ട്. പക്ഷേ അത്രയും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അത്രയും ചോദിച്ചിട്ടില്ല. അപ്പോൾ അത്രയും കാട് കയറി പഠിക്കണം, എല്ലാം പഠിക്കണം. പക്ഷേ ഇത്രയും ഇമ്പോർട്ടൻസ് എല്ലാ ടോപ്പിക്കിനും ഒരേപോലെ കൊടുക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഇല്ല. എല്ലാ ടോപ്പിക്കിനും ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. കുറച്ച് ടോപ്പിക്സിന്, എണ്ണാവുന്ന കുറച്ച് ടോപ്പിക്സിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൂടുതൽ ടൈം കൊടുത്ത് പഠിക്കുക. ആ ടോപ്പിക്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് 3 മുതൽ 4 ക്വസ്റ്റ്യൻ വരെ. വേറെ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾ അത്രയും ഒരു വെയിറ്റേജ് കണ്ടോ? ഇല്ല. പിന്നെ സിംപ്ലിഫിക്കേഷൻ 1 മുതൽ 2 ക്വസ്റ്റ്യൻ വരെ. കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് കുറവാണ് എങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം വന്നിട്ടുണ്ട്. അപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സ് ഒന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇതെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം അടുത്ത എക്സാമിന് പോവാൻ. അടുത്ത 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. എന്ന് വരെ എൻ്റെ ലാസ്റ്റ് ഡേറ്റ് 2 മാർച്ച് വരെയാണ്. അതിനുമുമ്പേ എല്ലാവരും അപ്ലൈ ചെയ്യണം. 2 മാർച്ച് വരെയാണ്. ഏകദേശം 22,000ഓളം വേക്കൻസി വന്നിട്ടുണ്ട്. ഒട്ടും കുറവല്ല, ചെറിയ വേക്കൻസി അല്ല. ഓവറോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ 22,000ഓളം വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഒട്ടും കുറവല്ല. നിങ്ങൾ പഠിച്ചാൽ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് ഗ്രൂപ്പ് ഡി. അപ്പോൾ അത് മനസ്സിൽ വെച്ച് പോകണം ഈ വീഡിയോ കാണാൻ. ടൈം ആൻഡ് വർക്ക് 2 ക്വസ്റ്റ്യൻ, പൈപ്പ് ആൻഡ് സിസ്റ്റം 1 ക്വസ്റ്റ്യൻ, ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ടൈം സ്പീഡ് ഡിസ്റ്റൻസ് 2 മുതൽ 3 ക്വസ്റ്റ്യൻ വരെ. ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഡി അല്ലയുടെ എക്സാം, റെയിൽവേയുടെ എക്സാം അല്ലേ, അപ്പോൾ ട്രെയിൻ ചോദിക്കാതെ അവർ വിടുമോ? ഇല്ല. ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ വെയിറ്റേജിൽ വന്നിട്ടുണ്ട്. ആവറേജ് 1 ക്വസ്റ്റ്യൻ, പെർസെൻറ്റേജ് 2 ക്വസ്റ്റ്യൻ, നമ്പർ സിസ്റ്റം 2 മുതൽ 3. സിംപ്ലിഫിക്കേഷനിൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് വന്നുകൊണ്ടിരുന്നത്? ബോർഡ് മാസ് റൂൾ ഫോളോ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
പക്ഷേ മാത്സിൽ നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ എക്സാം ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, കാൽക്കുലേറ്റീവാണ്. കാൽക്കുലേറ്റീവാണ്. എന്തുകൊണ്ട് കാൽക്കുലേറ്റീവ് ആക്കുന്നു? നിങ്ങളുടെ സമയം കളയുക. 1.5 മണിക്കൂറുണ്ടല്ലോ എക്സാം, 90 മിനിറ്റ് ഉണ്ടല്ലോ, 100 ക്വസ്റ്റ്യനല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം എന്ന ധാരണയിൽ ചെന്നിരിക്കുന്നവർക്ക് കിട്ടുന്ന പണിയാണിത്. എന്താക്കാം, ഭയങ്കര കാൽക്കുലേറ്റീവ് ആയിരുന്നു, അങ്ങേയറ്റം കാൽക്കുലേറ്റീവ് ആയിരുന്നു. ഒരുപാട് സമയം, പക്ഷേ ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുള്ള പാറ്റേൺ ആണോ? അതെ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ കണ്ടിട്ടുള്ള, നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം അതാണ് പറയുന്നത്, നമ്മൾ കണ്ടിട്ടുള്ള പാറ്റേൺ തന്നെ. പക്ഷേ ടൈം എടുക്കും. എന്തുകൊണ്ടാണ് ടൈം എടുക്കുന്നത്? പ്രാക്ടീസിൻ്റെ കുറവ്. പ്രാക്ടീസ് ചെയ്ത് സെറ്റാകുക. സെയിം പാറ്റേൺ തന്നെ, പാറ്റേണിലൊന്നും യാതൊരു തരത്തിലുള്ള വ്യത്യാസം വരുത്തിയിട്ടില്ല. പക്ഷേ പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് കൂട്ടുക. ഒരു ക്വസ്റ്റ്യൻ 30 സെക്കൻഡ് 40 സെക്കൻഡ് അല്ല 50 സെക്കൻഡിൽ താഴെ അറ്റൻഡ് ചെയ്ത് ആൻസറിലേക്ക് എത്തുക. ഓക്കെ, അതാണ് മാത്സിൽ ചെയ്യേണ്ടത്. മാത്സിൽ എത്ര ക്വസ്റ്റ്യനാണ് ഉള്ളത്? 25 ക്വസ്റ്റ്യനാണുള്ളത്. ഏകദേശം എത്ര മാർക്ക് നമ്മൾ സ്കോർ ചെയ്യേണ്ടി വരും? 22 മുതൽ 25 അല്ലെങ്കിൽ 21 മുതൽ 24. ഇത്രയും നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. ഇത്രയും നിങ്ങൾ മാത്സിൽ സ്കോർ ചെയ്തിരിക്കണം. അതിൽ ഒരു അപ്പീലും ഇല്ല. പിന്നെ ക്ലിയർ ആണല്ലോ? അപ്പോൾ മാത്സിൻ്റെ കേസ് ഇതാണ്. നമ്മുടെ അഡ്വാൻസ് നോക്കിയേ. അഡ്വാൻസ് എന്ന് വെച്ചാൽ ജോമെട്രി, മെൻസുറേഷൻ, ട്രിഗണോമെട്രി, ഓൾജിബ്ര, ഇങ്ങനെയുള്ളതാണ് അഡ്വാൻസ് ടോപ്പിക്സ് വരുന്നത്. വെയിറ്റേജ് പൊതുവേ കുറവായിരുന്നു. മറ്റ് റെയിൽവേ എക്സാംസ് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് NTPC ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റേജ് പൊതുവേ കുറവായിരുന്നു. പക്ഷേ ഒട്ടും കുറവല്ല. ജോമെട്രി ഒരു ക്വസ്റ്റ്യൻ, ട്രിഗണോമെട്രി 1 മുതൽ 2 വരെ, മെൻസുറേഷൻ 1 മുതൽ 2 വരെ, ഓൾജിബ്ര 1, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവേ വെയിറ്റേജ് കുറവായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച അത്ര വെയിറ്റേജ് ഒന്നുമില്ല. അതാണ് നമ്മൾ പറഞ്ഞത്, പാറ്റേൺ നോക്കുക, പ്രീവിയസ് നടന്ന എക്സാംസിൻ്റെ പാറ്റേൺ നോക്കുക. അതുകൊണ്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് അറിയാത്ത ഒരാൾ എന്ത് ചെയ്യും? ഒരുപാട് അഡ്വാൻസ് പഠിച്ചിട്ട് പോകും. അഡ്വാൻസ് വലിയ ടോപ്പിക്കാണ്, ഒരുപാടുണ്ട്, അപ്പോൾ അത് നോക്കി പോയേ പറ്റത്തുള്ളൂ. പക്ഷെ എന്താ, കഴിഞ്ഞ എക്സാംസിന് കുറവാകുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ക്ലിയർ ആണോ? അതിലും ഈ അഡ്വാൻസിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർമെൻറ്റ് വന്നത് മെൻസുറേഷൻ ആയിരുന്നു. മെൻസുറേഷൻ 2Dയും 3Dയും അത്യാവശ്യം ചോദിച്ചിരുന്നു. പക്ഷേ ഇക്വേഷൻ മാത്രം, ഫോർമുല മാത്രം അറിയാവുന്നവർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന മോഡൽസ് ആയിരുന്നു കൂടുതൽ വന്നു. അങ്ങനെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അഡ്വാൻസിൽ നിന്ന് വന്നിട്ടില്ല. പിന്നെ ജോമെട്രി നോക്കുകയാണെങ്കിൽ സർക്കിൾസിനെ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ടോപ്പിക് ഏതാ നോക്കിയേ? അടുത്ത ടോപ്പിക് ഏതാ? സയൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇത് 3 ഉള്ളൂ, വേറെ ഒന്നുമില്ല. അല്ലാതെ PSC കൊള്ളണമെങ്കിൽ എൻവയോൺമെൻറ്റൽ സയൻസ് അങ്ങനെ ഒരുപാട് കയറി ചോദിക്കാൻ സാധ്യതയില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 10th ലെവൽ എക്സാമാണ്. ബേസിക് കാര്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ. ക്ലിയർ ആണോ? പക്ഷേ മാർക്ക് എത്രയാണ്? 25 മാർക്ക് സയൻസിന് നമുക്കുണ്ട്, വെയിറ്റേജ് ഉണ്ട്. 25 മാർക്ക് സയൻസിന് വെയിറ്റേജ് ഉണ്ട്. നോക്കിയേ, ഫിസിക്സ് 8 മുതൽ 12 ക്വസ്റ്റ്യൻ വരെ, കെമിസ്ട്രി എത്ര? 7 മുതൽ 11 ക്വസ്റ്റ്യൻ വരെ, ബയോളജി 8 മുതൽ 10 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട്. കൂടുതലും ഫിസിക്സും കെമിസ്ട്രിയും തന്നെയായിരുന്നു പല ഷിഫ്റ്റുകളിലും. നമ്മൾ ഒരുപാട് ഷിഫ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഏകദേശം 20-22 ഷിഫ്റ്റുകളോളം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ റിവ്യൂ കിട്ടിയതിനനുസരിച്ച് ഫിസിക്സും കെമിസ്ട്രിയും തന്നെയായിരുന്നു കൂടുതലും ചോദിച്ചത്. ഫിസിക്സിൻ്റെ കുറച്ച് പ്രോബ്ലംസ് കയറി വന്നിട്ടുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? പക്ഷേ ഈ ബയോളജി ചോദിച്ച ഷിഫ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ബയോളജിയാണ് വന്നത്. അപ്പോൾ നമുക്ക് ട്രെൻഡ് നമുക്ക് പറയാൻ പറ്റില്ല. ഈ തലത്തിൽ മാത്രമേ നമുക്ക് ബയോളജി സാറ് പറഞ്ഞു കണ്ട ബയോളജി കുറച്ചേ വന്നിട്ടുള്ളൂ. പിന്നെ എന്താ 8 മുതൽ 10 വരെ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം? ഇതാണ് പറഞ്ഞത്, ബയോളജി വന്ന ഷിഫ്റ്റുകളുണ്ട്, അതിൽ ബയോളജിയുടെ എണ്ണം കൂടുതലാണ്. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് ബയോളജി നമുക്ക് കളയാൻ പറ്റാത്ത, ക്വസ്റ്റ്യൻ എണ്ണം കുറയ്ക്കാനും പറ്റാത്തത്. ക്ലിയർ ആണോ? അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സയൻസിൻ്റെ ഒന്ന് പോയി നോക്കുകയാണ്. ഓക്കെ, ഫിസിക്സ്, ന്യൂട്ടൺസ് അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ എന്താ പറയുന്നത്? എല്ലാവർക്കും അറിയാം, യൂണിവേഴ്സൽ അത്. എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇങ്ങനെയുള്ള ന്യൂട്ടൻ്റെ 3 ലോസ് ആപ്ലിക്കേഷനാണ് ചോദിക്കുന്നത്. ന്യൂട്ടൻ്റെ തേർഡ് ലോ ഇതാണോ ന്യൂട്ടൻ്റെ തേർഡ് ലോ എന്നല്ല ചോദിക്കുന്നത്. ഇപ്പോൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയും ഫസ്റ്റ് ലോയും എല്ലാം പറയുന്നുണ്ട്. ഫസ്റ്റ് ലോയിൽ ഇനേർഷ്യയെക്കുറിച്ച് പറയുന്നു, സെക്കൻഡ് ലോയിൽ ഫോഴ്സിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ കുറച്ച് ഡീപ്പായിട്ട് കുറച്ച് നമുക്ക് ആ ഒരു എക്സ്പ്ലനേഷൻ വായിച്ചാൽ മാത്രം കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ക്ലിയർ ആണോ? അടുത്ത് നോക്കിയേ, വർക്ക് എനർജി പവർ. എല്ലാം പ്രോബ്ലമാണ്. വർക്ക് എനർജി പവറിൽ നിന്നാണ് ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വർക്ക് എനർജി പവർ. അടുത്ത് നോക്കിയേ, ലൈറ്റിൽ നിന്ന് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? മിററും ലെൻസും.
മിററും ലെൻസും. മിറർ ഫോമുലയുണ്ട്, ലെൻസ് ഫോമുലയുണ്ട്. അതിൽ നിന്ന് കുറച്ച് പ്രോബ്ലംസും വന്നിട്ടുണ്ട്. ഇമേജ് ഇത്രയാണെങ്കിൽ ഒബ്ജക്റ്റ് ഇത്ര വെക്കണം, എവിടെ ഫോം ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലൈറ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. മിററും ലെൻസും. ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു, സൗണ്ടിൽ നിന്ന് എന്താ വന്നത്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, ഇൻറ്റൻസിറ്റി, ഇങ്ങനെയുള്ള കാര്യം. ഈ ഒരു പാറ്റേൺ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രീക്വൻസി, ഇൻറ്റൻസിറ്റി, വേവ് ലെങ്ത്, ഫ്രീക്വൻസി, ഇൻറ്റൻസിറ്റി, വേവ് ലെങ്ത്. ലൈറ്റിലാണെങ്കിൽ മിറർ, ലെൻസ്, ഇത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. പിന്നെ അല്ലെങ്കിൽ എന്താ, ഡിസ്പോഷൻ, ഇൻ്റർഫറൻസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം. പിന്നെ നോക്കി, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, എങ്ങനെയാണ് ഹീറ്റ് ട്രാവൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു കോൾഡർ ഏരിയയിൽ നിന്ന് ഹോട്ടർ ഏരിയയിലേക്ക്, അല്ലെങ്കിൽ ഹോട്ടർ ഏരിയയിൽ നിന്ന് കോൾഡർ ഏരിയയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, തിരിച്ച് പോകണമെങ്കിൽ എന്താണ് വേണ്ടത്, പവർ ഗ്രേഡിയൻറ്റ് വേണം, എനർജി ഗ്രേഡിയൻറ്റ് വേണം. ഇങ്ങനെയുള്ള ബേസിക്കുകൾ നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ് കൂടുതലും വന്നിട്ടുള്ളത്. പിന്നെ റേഡിയേഷൻ, എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്, രണ്ട് മീഡിയംസ് തമ്മിൽ, ഇതൊക്കെയാണ് ഫിസിക്സിൽ ബേസിക് ആയിട്ട് വന്നിട്ടുള്ളത്. ഫിസിക്സിൽ പ്രോബ്ലം വന്നിട്ടുണ്ട്. പ്രോബ്ലം വന്ന ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്, വർക്ക് എനർജി, പവറും ലൈറ്റും. പ്രോബ്ലം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഇവിടെ നിന്നാണ്. പിന്നെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ളത് റെസിസ്റ്റൻസിൽ നിന്നൊക്കെ കുറച്ച് പ്രോബ്ലം വന്നിട്ടുണ്ട്. റെസിസ്റ്റൻസിൻ്റെ സീരീസ് ആണോ പാരലലാണോ, അതിനുള്ള ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ളൂ. പക്ഷേ പ്രോബ്ലം കൂടുതലും വന്നത് എവിടെ നിന്നൊക്കെയാണ്, വർക്ക് എനർജി, പവറിൽ നിന്നും ലൈറ്റിൽ നിന്നുമാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ കെമിസ്ട്രി. ഫിസിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത കെമിസ്ട്രി. ഓക്കെ, മെറ്റൽസ്, നോൺ മെറ്റൽ. പിന്നെന്താ, മെറ്റൽസ്, നോൺ മെറ്റൽ നമ്മൾ പഠിക്കണം എങ്കിൽ എന്തറിയണം, പീരിയോഡിക് ടേബിൾ അറിയണം. എവിടെ, പീരിയോഡിക് ടേബിൾ ഉണ്ട്. പീരിയോഡിക് ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. മെറ്റൽ, നോൺ മെറ്റൽ ഉണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗോൾഡിൻ്റെ പ്രോപ്പർട്ടീസ്, സിൽവറിൻ്റെ പ്രോപ്പർട്ടീസ്, മെർക്കുറിയുടെ പ്രോപ്പർട്ടീസ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ, എവിടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അക്വാറീജിയ എന്ന് പറയുന്ന സൊല്യൂഷൻ, അതെന്താടേ അക്വാറീജിയ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം. അക്വാറീജിയ എന്ന് പറഞ്ഞാൽ HCl-യും HNO3-യുടെയും ഒരു കോമ്പിനേഷനാണ് 3:1 റേഷ്യോയിൽ. എന്ന് വെച്ചാൽ നമ്മുടെ നോബിൾ മെറ്റൽസ് ഉണ്ടല്ലോ, ഗോൾഡ്, ഇങ്ങനെയുള്ളതൊക്കെ അലിയിക്കാൻ അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത്, അക്വാറീജിയ. അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ ആസിഡ് ബേസ് സോൾട്ട്, ഏതാണ് ആസിഡ്, അല്ലെങ്കിൽ ഇതിൻ്റെ റിയാക്ഷൻസ് എങ്ങനെയാണ്, കെമിക്കൽ റിയാക്ഷൻ വന്നിട്ടുണ്ട്. കെമിക്കൽ റിയാക്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ അറ്റോമിക് സ്ട്രക്ചർ, ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും. പിന്നെ കോമൺ കോമ്പൗണ്ട് എന്നൊക്കെ ഏതൊക്കെയായിരിക്കും, വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ, ജിപ്സം, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇതൊക്കെ എവിടെ യൂസ് ചെയ്യുന്നു, ഇതൊക്കെ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, എന്താണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഇതൊക്കെയാണ് കൂടുതലും വന്നിട്ടുള്ളത്. ഒരേ പാറ്റേൺ നമ്മൾ മൊത്തം ചെക്ക് ചെയ്താൽ ഒരേ പാറ്റേൺ, സെയിം പാറ്റേൺ, ഇങ്ങനെ ഒരേ ടോപ്പിക്കിൽ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക, പല ക്വസ്റ്റ്യൻസ് ആണെന്ന് മാത്രം. അടുത്ത് നോക്കി, ബയോളജി നമ്മുടെ ദൈനംദിന പ്രോസസ്സ് ഉണ്ടല്ലോ. ഒരു മനുഷ്യന് എക്സിസ്റ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യം, ശ്വസിക്കണം, ഡൈജഷൻ വേണം, അബ്സോർപ്ഷൻ വേണം. അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഹ്യൂമൻ ബോഡിയുടെ ഡെയിലി ആക്ടിവിറ്റീസാണ് കൂടുതൽ, ആ ഒരു ഏരിയയിൽ നിന്നാണ് കൂടുതലും വന്നിട്ടുള്ളത്. പിന്നെ പ്ലാന്റ് മോർഫോളജി, പ്ലാന്റിൻ്റെ റീപ്രൊഡക്ഷൻ, പിന്നെ മെൻസ്ട്രൽ സൈക്കിൾ, ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വൈറ്റമിൻസും വൈറ്റമിൻ ഡെഫിഷ്യൻ, ആദ്യത്തെ ഷിഫ്റ്റുകളിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസിയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ റെസ്പിറേഷൻ, ഡൈജഷൻ, ബ്ലഡ്, പിന്നെ സെൽസ് ആൻഡ് ടിഷ്യൂ, സെൽസിൻ്റെ സ്ട്രക്ചർ, എന്തൊക്കെയാണ് സെൽ ഓർഗനൽസ്, സെല്ലിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, DNA, RNA, അതേപോലെ മൈറ്റോകോൺട്രിയ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ബയോളജിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച്, ഇതൊക്കെ നമ്മൾ ഒരു വട്ടം കേട്ടിട്ടുള്ളതാണ്. ഒന്ന് റിവിഷൻ്റെ ആവശ്യമേ ഉള്ളൂ. ജസ്റ്റ് ഒരു റിവിഷൻ, ഒരു നല്ല ക്ലാസ്സും നല്ല റിവിഷൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ബേസിക് ഉള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോയേ, എന്താ പറയുന്നത്, GK. നമ്മൾ ഏത് പറഞ്ഞു, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫെയർസ്. ഞാൻ ഈ ടോപ്പിക്ക് കഴിഞ്ഞ സ്ലൈഡിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഓരോന്ന് എഴുതിയത്. പക്ഷേ ഇത് നോക്കി, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമി, ആർട്ട് ആൻഡ് കൾച്ചർ, ഏതൊരു എക്സാമിനും കൂടുതൽ വെയിറ്റേജ് വരുന്ന ടോപ്പിക്സ് ആണ് ഇതെല്ലാം, അല്ലേ? ഏതൊരു എക്സാമിനും കൂടുതൽ വെയിറ്റേജ് വരുന്ന ടോപ്പിക്സ് ആണ് ഇതെല്ലാം. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ഒരുമിച്ചങ്ങ് എഴുതിയത്? 0 മുതൽ ഏകദേശം ഒരു 5 ക്വസ്റ്റ്യൻ മാക്സിമം, ഇത് മാത്രമാണ് ഇത്രയും ടോപ്പിക്കിൽ നിന്ന്, ഇത്രയും നോക്കി, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമി, ആർട്ട് ആൻഡ് കൾച്ചർ, ഇത്രയും ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ എക്സാംസിനൊന്നും ഈ ഒരു പാറ്റേൺ ആയിരുന്നില്ല ഫോളോ ചെയ്തത്. നോക്കി, 20 ക്വസ്റ്റ്യനാണ് ഈ ഒരു ഏരിയയിലുള്ളത്, 20 ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിയേ, ഈ ഒരു ഏരിയ ഇത്രയും വൈഡ് ആയിട്ടുള്ള ഏരിയ. ഹിസ്റ്ററി ആണെങ്കിൽ നോക്കിയേ എന്തൊക്കെയാണ് ഉള്ളത്,
മിഡീവൽ ഉണ്ട്, മോഡേൺ ഉണ്ട്, അതിനും എന്താ ഉള്ളത്, ഏൻഷ്യൻ്റ് ഉണ്ട്. ഇത്രയും ഒരു ഏരിയ കിടക്കുകയാണ്. ജോഗ്രഫി ആണെങ്കിൽ വേൾഡ്, ഇന്ത്യൻ ജോഗ്രഫി, പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്. എത്ര കടല് പോലെ കിടക്കുന്ന മേഖലയാണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് വളരെ 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 ചുരുക്കമായിരുന്നു. ഇപ്പോൾ ഏതീ നാടേ ക്വസ്റ്റ്യൻ, ഏതാ നമ്മുടെ വില്ലൻ? കറണ്ട് അഫയേഴ്സ് 1 to 20 ക്വസ്റ്റ്യൻസ്, 20 ക്വസ്റ്റ്യനും കറണ്ട് അഫയറിൽ നിന്ന് വന്ന ഷിഫ്റ്റുകളുണ്ട്. 20 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി. ഇപ്പോൾ കറണ്ട് അഫെയർ മാത്രം നോക്കി പോയവർക്ക് എത്ര? 20 മാർക്ക് കിട്ടി. 20 മാർക്ക് കിട്ടി. അതുകൊണ്ടാണ് നിങ്ങൾ ഈ അനാലിസിസ് കേട്ടിട്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യാവൂ എന്ന് പറയുന്നത്. നോക്കി, കറണ്ട് അഫെയർ 1 മുതൽ 20 ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് കറണ്ട് അഫെയറിൽ നിന്ന് വന്ന ടോപ്പിക്സ്? അവാർഡ്സ് വന്നിട്ടുണ്ട്, അവാർഡ്സ്. സ്പോർട്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. സ്പോർട്സിൽ നിന്ന് ഒരുപാട്, നമ്മുടെ വേൾഡ് കപ്പ്, ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ നിന്നുണ്ട്, പാരാ ഒളിമ്പിക്സിൽ നിന്നുണ്ട്, ഒളിമ്പിക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡയമണ്ട് ലീഗ്, നമ്മുടെ നീരജ് ചോപ്ര ഇടയ്ക്കിടയ്ക്ക് ഫസ്റ്റ് സെക്കൻഡ് ഗോൾഡ് സിൽവർ അടിക്കുന്നത്, അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഏഷ്യൻ റെസ്ലിംഗ്, ഇങ്ങനെ ഒരുപാട് ടോപ്പിക്കിൽ നിന്ന് സ്പോർട്സ് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്ത കൺട്രീസ് ആയിട്ട് ബന്ധപ്പെട്ട്, എന്ന് വെച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല കൺട്രീസും വിസിറ്റ് ചെയ്യും. അപ്പോൾ അവിടുത്തെ ഹയസ്റ്റ് ഓണേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവാർഡ്സ് പ്രൈം മിനിസ്റ്റർ കിട്ടും. അതിനെപ്പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഇൻഡെക്സ് ഇത് കോമൺ, എല്ലാ എക്സാമിനും വരുന്നതാണ് ഇൻഡെക്സ്. അതേപോലെ തന്നെ അപ്പോയിൻമെൻറ്റ്സ് നോക്കി. ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് സെലക്ട് ചെയ്ത് നമ്മൾ പിൻ പോയിന്റ് ചെയ്ത് നമുക്ക് പറയാം ഇത്രയൊക്കെ വന്നിട്ടുള്ളതെന്ന്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ സ്കീംസ്, നിങ്ങൾ ഈ കാർഡ് കയറി പഠിക്കുകയും ചെയ്യരുത്. ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, സ്മാർട്ട് വർക്കാണ്. ഒരു ആസ്പിരൻറ്റിനെ സംബന്ധിച്ച് സ്മാർട്ട് വർക്കാണ് വേണ്ടത്. ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഒരു പ്രയോജനമില്ല. എല്ലാ ടോപ്പിക്കും തീർത്തിട്ട് മാത്രമേ എക്സാമിന് അപ്പിയർ ചെയ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു തോൽവി, നിങ്ങളവിടെ തോറ്റു, അവിടെ തന്നെ നിങ്ങൾ തോറ്റു. അപ്പോൾ അങ്ങനെ ഇരിക്കരുത്. സ്മാർട്ട് വർക്ക് ചെയ്യുക, എക്സാം എന്താണെന്ന് അറിയുക, എന്നിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ GK നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കറണ്ട് അഫയറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്ത് ഓക്കെ, റീസണിങ്. എത്രയാണ് ഇതിൻ്റെ വെയിറ്റേജ്? 30 ക്വസ്റ്റ്യൻ, 30 മാർക്ക്. 30 ക്വസ്റ്റ്യനാണ് റീസണിങ് എന്നുള്ളത്. 30 ക്വസ്റ്റ്യനാണ് റീസണിങ് എന്നുള്ളത്. ഏതൊക്കെ ടോപ്പിക്കാൻ നോക്കിയേ? മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ഈ കാൽക്കുലേഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ സിംപ്ലിഫിക്കേഷൻ എന്ന ക്വസ്റ്റ്യൻ, ബോർഡ് മാസ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, 2 into 3 into 4 into 5 ഡിവൈഡഡ് ബൈ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ റീസണിങ്ങിൽ ചോദിച്ചിട്ടുണ്ട്. അതങ്ങനെ ചോദിച്ച് കാണുന്നൊരു പാറ്റേൺ ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ചോദിച്ച് കാണുന്നുണ്ട്. പിന്നെ സിലോജിസം, വെൻ ഡയഗ്രാം, കോഡിങ് ആൻഡ് ഡീകോഡിങ്, അനലോഗി, നമ്പർ സീരീസ്, ഡിറക്ഷനൊക്കെ നോക്കി. ഇപ്പം ഒരു ഡിറക്ഷൻ ഈസ്, അല്ലെങ്കിൽ അവിടുന്ന് ഈസ്റ്റിലേക്ക് ഇത്ര ദൂരം ട്രാവൽ ചെയ്തു, പിന്നെ നോർത്തിലേക്ക് പോയി, പിന്നെ തിരിച്ച് വെസ്റ്റ്, പിന്നെ സൗത്ത്, ഇവിടെ വന്ന് ഇവിടുന്ന് തുടങ്ങിയെടുത്തുനിന്ന് ഇവിടെ വരെയുള്ള ദൂരം, ഇങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങളാണ് ചോദിച്ചത്. അല്ലാതെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും ചോദിച്ചിട്ടില്ല. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് ഒന്ന് നോക്കിയാൽ കിട്ടാവുന്ന റീസണിങ്, പെൻ പേപ്പർ യൂസ് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. നമുക്ക് നോക്കി ഇതാണ് ആൻസർ, ഇങ്ങനെ അടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഏറ്റവും കൂടുതൽ ഈസി ക്വസ്റ്റ്യൻസ് ഒന്ന് റീസണിങ്ങിൽ നിന്നാണ്. നോക്കി, ഇനി എന്താ? കൗണ്ടിങ് ഫിഗേഴ്സ്, മിറർ ഇമേജ്. ഈ കൊടുത്തിരിക്കുന്നതെല്ലാം എത്ര ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. 2 മുതൽ 5 വരെ സിലോജിസം, വെൻ ഡയഗ്രാം 0 to 1, ഇതെല്ലാം ഇത്ര വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ്. നോക്കി, നമ്മുടെ കലണ്ടർ 0 to 2 വളരെ കുറവായിരുന്നു. ക്ലോക്ക്, അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ക്ലോക്ക് ആൻഡ് കലണ്ടർ ആണല്ലോ നമ്മൾ ഏറ്റവും പാടായിട്ട് നോക്കിയിരിക്കുന്ന ടോപ്പിക്സ്. ഇതിനൊക്കെ ക്വസ്റ്റ്യൻ വളരെ കുറവാണ്. പിന്നെ ബ്ലഡ് റിലേഷനിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാകും. ബ്ലഡ് റിലേഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഒരു ഫോട്ടോ, ഈ ഫോട്ടോ നോക്കുക, ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ അമ്മാവൻ്റെ മോനാണ് എൻ്റെ ഇന്നാൾ. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ നമ്മളെന്താ ആലോചിക്കുന്നത്? ഈ ഒരു പാറ്റേൺ മാത്രം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക, ബാക്കി പഠിക്കേണ്ടെന്നല്ല, ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് റീസണിങ് വന്നത്. ഒന്നുകൊണ്ട് പേടിക്കേണ്ട, റീസണിങ് വളരെ സിമ്പിളായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം പല ടോപ്പിക്കും എളുപ്പമായിരുന്നു, പാടായിരുന്നു, അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് കുറച്ചുകൂടെ ഒന്ന് എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയേനെ എന്ന് പറയുന്ന ആ ഒരു ഡിഫിക്കൽറ്റി ലെവൽ, ഏത് പാടായിരുന്നു, ഏത് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു, കമ്പാരിറ്റീവ്ലി ഏത് എളുപ്പമായിരുന്നു, കമ്പാരിറ്റീവ്ലി ഏത് പാടാണ്, അങ്ങനെയുള്ളൊരു അനാലിസിസാണിത്. ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി നോക്കിയേ. മാത്സ് ഞാൻ പറഞ്ഞു
ഭയങ്കര 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 കാൽക്കുലേറ്റീവ് ആയിരുന്നു. പക്ഷേ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഒരേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, ഒരു പെർസെൻറ്റേജിൻ്റെയോ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, അതിൻ്റെ തന്നെ 2 or 3 വട്ടം ഒരു പ്രോബ്ലം അതേ പ്രോബ്ലം ചെയ്യുക, ആ പാറ്റേൺ തന്നെ ചെയ്യുക, കഴിഞ്ഞു, കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഓക്കെ മനസ്സിലായി, വായിച്ചു പഠിച്ചു, മാത്സ് ആണേ വായിച്ചു പഠിക്കും. ഇങ്ങനെ കുറേ കുട്ടികൾ നമുക്കുണ്ട്, മാത്സാണ് വായിച്ചു പഠിച്ചു, വായിച്ചു മനസ്സിലായി. ഇവരെ എല്ലാം നമ്മൾ ഇരുത്തി പഠിപ്പിച്ചാണ് വിടുന്നത്. പക്ഷേ ഇത് എളുപ്പമാണല്ലോ സാർ, പക്ഷേ ആ നമ്പേഴ്സ് ഒന്ന് മാറ്റിയിട്ട് നോക്കി. അതാണ് ഇവിടെ നടന്നത്. അതാണ് 2025 ഗ്രൂപ്പ് ഡി എക്സാമിന് പറ്റിയത്. കുറച്ച് ട്രിക്കിയാക്കി നോക്കിയേ. കാൽക്കുലേറ്റീവ് ആയിരുന്നു, മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട്. ഈസി ആയിരുന്നില്ല, ഒരു ഷിഫ്റ്റിൽ ഈസി ആയിരുന്നില്ല. ജനറൽ സയൻസ് കോൺസെപ്റ്റ് അറിയാവുന്നവർക്ക്, ഞാൻ പറഞ്ഞ പോലെ ന്യൂട്ടൻ്റെ ലോ എന്താണെന്ന് അറിയാവുന്നവർക്ക്, കറക്റ്റ് മനസ്സിലാക്കി പഠിച്ചവർക്ക് എന്തായിരുന്നു, ഈസി ആയിരുന്നു. അല്ലാത്തവർക്ക് മോഡറേറ്റിലേക്ക് എത്തും. ഭൂരിഭാഗം ഷിഫ്റ്റിലും അങ്ങനെ തന്നെയായിരുന്നു. അടുത്ത് നോക്കി, ജി കെ കറണ്ട് അഫയേഴ്സ് മാത്രമേ കൊടുത്തുള്ളൂ. എന്തുകൊണ്ട്? നമ്മൾ ഡിസ്കസ് ചെയ്തു, കറണ്ട് അഫെയർ ആയിരുന്നു ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉണ്ടായിരുന്നത്. ബാക്കി ഇത്രയും ടോപ്പിക്സ് എടുത്താൽ ഒരു 1 മുതൽ അല്ലെങ്കിൽ ഒരു 0 മുതൽ 5 or 6 ക്വസ്റ്റ്യൻ വരെ മാത്രമേ ഉള്ളൂ. ബാക്കി 1 മുതൽ 15 അല്ലെങ്കിൽ 16 അല്ലെങ്കിൽ 20 വരെയുള്ള ക്വസ്റ്റ്യനും എവിടെ നിന്നായിരുന്നു? ജി കെ എന്നായിരുന്നു. അതാണ് എല്ലാവർക്കും പറ്റിയത്. എന്ന് വെച്ചാൽ ഇത്രയും ജി കെ ടോപ്പിക് കാണുമെന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്തു. പക്ഷേ കറണ്ട് അഫെയർ ആയിരുന്നു കൂടുതൽ വന്നത്. അപ്പോൾ എന്തായി? ഈസി ആവേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞ ടോപ്പിക്സ്, സ്കീംസ്, പ്രൈം മിനിസ്റ്ററിൻ്റെ വിസിറ്റ്സ്, ഇൻഡെക്സ്, സ്പോർട്സ്, ഇതൊക്കെ മാത്രം നോക്കിയിരുന്നുവെങ്കിൽ എന്താ, ഈസി ആവേണ്ടതായിരുന്നു. എന്തായി? മോഡറേറ്റ് ആയി. അടുത്ത് നോക്കി, റീസണിങ് നമ്മൾ അന്നേരേ പറഞ്ഞു, ഈസി, പെൻ ആൻഡ് പേപ്പർ തൊടേ വേണ്ട നിങ്ങൾ, അത്രയ്ക്ക് എളുപ്പമാണ്. ക്ലിയർ ആണോ? ഇപ്പോൾ ഒരു ഓവറോൾ അനാലിസിസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. 2026 എക്സാമിലേക്ക് കിടക്കാൻ പോകുന്ന നിങ്ങൾക്കൊരു ഓവറോൾ അനാലിസിസ് കിട്ടി. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇനി എന്താ ഉള്ളത്? മാർച്ച് 2 മുമ്പ്, 2 വരെ കാത്തിരിക്കരുത്, അതിന് മുമ്പ് ഒരു 5-6 ദിവസത്തിന് മുമ്പ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഫുൾ ഫ്ലെഡ്ജിൽ സ്റ്റാർട്ട് ചെയ്യുക. അനാലിസിസ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 70 മുതൽ 80% വരെ ഇതേ പാറ്റേൺ തന്നെയായിരിക്കും ഇവിടെ ഫോളോ ചെയ്യുന്നത്. ബാക്കി ഒരു 20% മാത്രമേ, അല്ലെങ്കിൽ ഒരു 30% മാത്രമേ മാറ്റം ഉണ്ടാവൂ. ഒരു 70% നിങ്ങൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പഠിക്കുക. 70 മാർക്കായില്ലേ? 70 മാർക്കായി. പിന്നെ ഒരു 5-6 മാർക്ക്, അത്രയും മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അത്രയും മാത്രം വർക്ക് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.